നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. മാളയിൽ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് മരത്തിലിടിച്ച് ബന്ധുക്കളായ 2 പേർ മരിച്ചു. മാള അണ്ണല്ലൂരിൽ വ്യാഴാഴ്ച രാത്രി 11:30യോടെയായിരുന്നു അപകടം. നിയന്ത്രണം തെറ്റിയ ബൈക്ക് റോഡരികിലെ മരത്തിലിടിച്ചാണ് അപകടം. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ 19 വയസ്സുള്ള നീൽ ഷാജു, 19 വയസ്സുള്ള അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ എസ്റ്റേറ്റിനോട് ചേർന്ന പുഴയിൽ കാൽപാദത്തിന് പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് സംഭവം. നാട്ടുകാരാണ് പരിക്കേറ്റ ആനയെ കണ്ടെത്തിയത്. കാൽപാദം മുറിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന നിലയിലാണെന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആന തീറ്റ എടുക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയായ മെൻസ്ട്രുവൽ കപ്പിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപേടിക അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സംഗീത ദിവാകരൻ, ജിഷ ഡേവീസ്, സന്ദീപ് കണിയത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, ഗ്ലാൻസൺ, ഐസൺ ഐസക്, ശാന്തി മണികണ്ഠൻ, രമണി ചന്ദ്രൻ, പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ, ജോജു ചാഴൂക്കാരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമിഷ എന്നിവർ സന്നിഹിതരായി. നമ്മൾ ഇനിയും കുറേ പേർക്ക് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ക്ലാസ് ചിലർക്കൊക്കെ ഉപയോഗിച്ച് ശീലമുള്ളവരായിരിക്കാം, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വരാത്തത്, അറിയില്ല എന്താണെന്ന്. ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം. ഇപ്പം നമ്മളാരും വീട്ടിൽ സ്ഥിരമിരിക്കുന്നവരല്ലല്ലോ അല്ലേ. ആദ്യമൊക്കെ നമ്മൾ എന്തായിരുന്നു, നമ്മുടെ അടുക്കളയുടെ 4 ചുവരിനുള്ളിൽ വട്ടം തിരിയുന്നൊരു അവസ്ഥയായിരുന്നു. ഇപ്പം അങ്ങനെയാണോ? എല്ലാവരും ചെറിയ ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തു പോരുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവാം. അപ്പം എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് ഒത്തിരി സമയം കണ്ടെത്തി ഇതിനു വേണ്ടി വരാൻ തയ്യാറാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാത്രമല്ല, ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ വിളിക്കും, പഞ്ചായത്ത് വിളിക്കും. അപ്പോൾ നിങ്ങൾ വരണം കേട്ടോ. കുറച്ച് സമയം മാറ്റിവെച്ചതിന് വേണ്ടി വരും. കാരണം വനിതകളുടേതായ ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് വെക്കേണ്ടതുണ്ട്. നിങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റും ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സാമ്പത്തിക വർഷം നമ്മൾ വിഭാവനം ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ അഭിപ്രായവും വിലപ്പെട്ടതാണ്, മനസ്സിലായോ? അപ്പോൾ നേരത്തെ വൈസ് പ്രസിഡന്റ് പോൾസായിട്ട് പറഞ്ഞ പോലെ ഇപ്പോൾ ലേഡീസ് യൂത്താണ് അല്ലേ. മൊത്തം എവിടെ നോക്കിയാലും ലേഡീസാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കാര്യം പറഞ്ഞു. അതുപോലെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ, ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മളെ ആരും വില കുറച്ച് കാണുന്നില്ല. ഉണ്ടോ? കണ്ടിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം നമ്മൾ കൂട്ടാക്കില്ല അല്ലേ. പാലപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ കാട്ടാനകൾ വൈദ്യുതി ലൈനുകൾ നശിപ്പിച്ചു. മേഖലയിൽ വൈദ്യുതി മുടങ്ങി. തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപമായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം പാടിക്ക് സമീപം ഭീതി പരത്തിയത്. വൈദ്യുതി പോസ്റ്റുകളിലെ സർവീസ് വയറുകൾ പൊട്ടിച്ച നിലയിലാണ്. കൂടാതെ വാഴകളും മറ്റു കാർഷിക വിളകളും പിഴുതെറിഞ്ഞു. സർവീസ് വയറുകൾ നശിപ്പിച്ചതോടെ മേഖലയിലെ വൈദ്യുതി ബന്ധവും താറുമാറായി. മദ്യലഹരിയിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച കേസിൽ ഒരു പ്രതിയെ കൂടി കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം തൃപ്പൂണിയത്ത് വീട്ടിൽ അഖിലാണ് 3 പീടിക പരിസരത്ത് നിന്ന് പിടിയിലായത്. 2025 ജൂൺ 8 പെരിഞ്ഞനം കൊറ്റംകുളം പനങ്ങാട്ട് വീട്ടിൽ ജിനേഷിനെയും കൂട്ടുകാരനായ മണികണ്ഠനെയും ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കൊറ്റംകുളം തനിനാടൻ ഹോട്ടലിന് സമീപത്തുള്ള വഴിയിൽ ഇരുവരും നിൽക്കുമ്പോൾ മദ്യലഹരിയിൽ ബൈക്കിലെത്തിയ സംഘം വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ജിനേഷും മണികണ്ഠനും ചോദ്യം ചെയ്തതിൽ പ്രകോപിതരായ പ്രതികൾ യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഈ കേസിൽ മറ്റു പ്രതികളായ പെരിഞ്ഞനം ചക്കരപ്പാടം കാരനാട്ട് വീട്ടിൽ മണിയൻ എന്ന് വിളിക്കുന്ന ശ്രീജിത്ത്, പെരിഞ്ഞനം മൂത്തമ്പറമ്പിൽ വീട്ടിൽ ദിൽജിത്ത് എന്നിവരെ നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, GASI ജോബി, GSCPO സിനോജ്, CPO രജനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹൃദയാഘാതം മൂലം മരിച്ചു. ബാബു ചെറങ്ങരത്താണ് മരിച്ചത്. CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി അംഗമാണ്. കാലാവസ്ഥ.
കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,145 രൂപയും പവന് 1,05,160 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.